ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈസോഫാഗസിൽ ഉണ്ടാവുന്ന പെരിസ്റ്റോളിസിസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന്റെ അതിന്റെ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഭക്ഷണത്തിന്റെ യാത്രയെ പറ്റിയാണ് നമ്മൾ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അല്ലെ. ഓരോരോ സ്ഥലത്ത് ഭക്ഷണത്തിന് എന്തെല്ലാം സംഭവിക്കുന്നു, അപ്പൊ വായിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്, അതിനുശേഷം അത് ഈസോഫാഗസിലേക്ക് പോകുന്നു. ഫാരൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിന്റെ ഇടയിൽ. അപ്പൊ വായിൽ നിന്നും അത് ഫാരൻസിലേക്ക് എത്തി, ഫാരൻസിൽ നിന്നും അത് ഈസോഫാഗസിലേക്ക് വന്നു, ഈസോഫാഗസിൽ നിന്നും അത് സ്റ്റൊമക്കിലേക്ക് ഇനി പോവേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈസോഫാഗസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് സ്റ്റൊമക്കില് എന്താണ് ഈ ഭക്ഷണത്തിന് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പൊ ഒരു സ്റ്റൊമക്കിൽ ഭക്ഷണം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഈസോഫാഗസിൽ കൂടെ ഭക്ഷണം ഇറങ്ങി വരുന്നത് പെരിസ്റ്റോളിസിസ് എന്ന് പറയുന്ന ഒരു വേവ് ലൈക്ക് മൂവ്മെന്റിലൂടെയാണ് ഭക്ഷണം ഈസോഫാഗസിലൂടെ കടന്നു വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് അത് സ്റ്റൊമക്കിലാണ് വരുന്നത്. അപ്പൊ സ്റ്റൊമക്കിലും ഇതേപോലെ തന്നെ പെരിസ്റ്റോളിസിസ് ഉണ്ട്. സ്റ്റൊമക്കിലും അതേപോലൊരു വേവി മൂവ്മെന്റ് സ്റ്റൊമക്കിലും ഉണ്ട്. ഈസോഫാഗസ് പോലെ തന്നെ സ്റ്റൊമക്കിലും ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റൊമക്കിലുള്ള ഈ മൂവ്മെന്റ് സ്റ്റൊമക്കിലെ ഭക്ഷണത്തിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുന്നു. The strong peristalsis in the stomach convert food into a paste form. അതാണ് ആദ്യത്തെ ആ ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? സ്റ്റൊമക്കിന്റെ പോസ്റ്റീരിയർ ആയിട്ടുള്ള ഭാഗത്ത് ഒരു മസിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് സ്പിങ്ക്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സർക്കുലർ മസിൽ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ സർക്കുലർ മസിൽ എന്ന് പഠിച്ചാൽ മതി. കുറച്ച് വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ പേര് പഠിക്കുന്നത് പൈലോറിക് സ്പിങ്ക്റ്റർ എന്നാണ്. പക്ഷെ ഇപ്പൊ എന്ത് പഠിക്കണം? സർക്കുലർ മസിൽ എന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ചിത്രത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്കുലർ മസിൽ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും അല്ലെ? ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. സർക്കുലർ മസിൽ അവിടെ ഉണ്ട്. അപ്പൊ ഈ സർക്കുലർ മസിൽ എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ ഉള്ളിലായിട്ട്, അതായത് പോസ്റ്റീരിയർ പാർട്ടിലാണ് കാണുന്നത്. ഈ മസിൽ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിനുള്ളിലുള്ള ഭക്ഷണം അല്ലെ, ഇതിനുള്ളിലുള്ള ഈ ഭക്ഷണം എന്ന് പറയുന്നത് സ്റ്റൊമക്കിൽ എന്ത് ചെയ്യും? കുറച്ചു നേരം റീറ്റെയിൻ ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ഭക്ഷണം സ്റ്റൊമക്കില് നിലനിർത്താൻ സഹായിക്കുന്നത് ഈ സർക്കുലർ മസിലാണ്. അത് സ്റ്റൊമക്കിന്റെ ഏറ്റവും അറ്റത്തായിട്ട് അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റീരിയർ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മള് വായിൽ പറഞ്ഞ സമയത്ത് അല്ലെ, സലവറി അമിലേസ് എന്നൊക്കെ പറയുന്ന എൻസൈമിനെ പറ്റി പറഞ്ഞു. അതേപോലെ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്ക് ഗ്യാസ്ട്രിക് ജ്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്കിലെ ഈ സ്റ്റൊമക് വാളിലുള്ള സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റൊമക് വാളിലുള്ള ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. അത് ഈ സ്റ്റൊമക്കിലെ ഡൈജഷനെ വളരെയധികം അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. അതായത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത് ഈ സ്റ്റൊമക്കിലെ വാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുകളാണ്. അപ്പൊ സ്റ്റൊമക്കിലെ വാൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റൊമക് വാളിലുള്ള ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഗ്ലാൻഡുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പലതരം കമ്പോണന്റുകൾ ഉണ്ട്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പലതരം കമ്പോണന്റുകൾ ഉണ്ട്. കുറെ എൻസൈമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏതെല്ലാം എൻസൈമുകളാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ടെക്സ്റ്റിലെ പിക്ചർ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസ് അതിൽ ആദ്യത്തെ എൻസൈം കൊടുത്തിരിക്കുന്നത് പെപ്സിൻ ആണ്. പെപ്സിൻ.
പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ചെയ്യുന്നത് പ്രോട്ടീനിനെ പെപ്റ്റോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീനെ, ഞാനിവിടെ PR എന്ന് എഴുതിയിട്ടുള്ളൂ, പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നു. പെപ്റ്റോൺ, പ്രോട്ടീൻ ടു പെപ്റ്റോൺ ആക്കുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിലെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ് കൺവേർട്ട് പ്രോട്ടീൻ ടു പെപ്റ്റോൺ. പക്ഷെ അത് പൂർണ്ണമായും പ്രോട്ടീനെ ദഹിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് പ്രോട്ടീനെ എന്താക്കി മാറ്റുകയാണ്, പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ജ്യൂസിലെ പെപ്സിൻ എൻസൈം. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയുള്ളത് gastric lipase enzyme. Gastric lipase enzyme. Gastric lipase enzyme എന്ന് പറയുന്നത് ലിപ്പേസ് അല്ലെ, ലിപ്പിഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഫാറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് എന്തിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഫാറ്റിനെ പാർഷ്യലി ആണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഫുൾ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. പാർഷ്യലി ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം ആണ്. അതാണ് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള രണ്ടാമത്തെ എൻസൈം ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ രണ്ട് എൻസൈമിന്റെ കാര്യം പറഞ്ഞു. ഒന്നാമത്തെ പെപ്സിൻ എൻസൈം, അത് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഇനി ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം ഫാറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കുള്ളത് പഠിക്കാനുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം, നമുക്ക് സ്റ്റൊമക്കിൽ എന്തുണ്ട്, HCl ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു സ്റ്റൊമക്കിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ള അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ജേംസിനെ, ഭക്ഷണത്തിലുള്ള ജേംസിനെ ഡെസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ മൗത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ലൈസോസൈമുകൾ അല്ലെ, ലൈസോസൈമുകൾ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, ജേംസിനെ കൊല്ലുന്നു അല്ലെ, ജേംസിനെ നശിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന, ജേംസിനെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യുന്ന ആള് ആരാണ്, HCl ആണ്. അപ്പോ മൗത്തിൽ ഒരു തവണ ഭക്ഷണം, നമുക്കറിയാം ഭക്ഷണം നമ്മൾ എപ്പോഴും എന്താണ്, നിങ്ങളിപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ബസ്സിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെടുത്ത് ഓർമ്മയില്ലാതെ ചിലപ്പോൾ വായിലിട്ടും. അതിനുശേഷമായിരിക്കും ആലോചിക്കുക, അയ്യോ കൈ കഴുകിയില്ലല്ലോ എന്ന് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, ആ ഭക്ഷണത്തില് അണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമാകാതിരിക്കാനും അല്ലെങ്കിൽ അസുഖങ്ങൾ പിടിപെടാതിരിക്കാനുമുള്ള ഒരു മാർഗമായിട്ട്, അതായത് സാലിവറി അമിലേസ് നമ്മുടെ വായിലുള്ള ഒരു എൻസൈം ആണ്. അതിൽ ലൈസോസൈം ഉണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിൽ ജേംസിനെ കൊല്ലുന്നു. അത് പോരാഞ്ഞിട്ട് എന്തും കൂടി ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലും ഉണ്ട്. അപ്പൊ സ്റ്റൊമക്കിൽ ഭക്ഷണം വന്നാലും ആ ഫുഡിലുള്ള ജേംസിനെ ഡെസ്ട്രോയ് ചെയ്യാനായിട്ട് വീണ്ടും ഉള്ളിൽ ആളുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എവിടെയാണതുള്ളത്, സ്റ്റൊമക്കിലാണ് ഉള്ളത്. അതേപോലെ സ്റ്റൊമക്കില് ഡൈജഷന് ഒരു pH ആവശ്യമാണ്. ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു pH, ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത് ഡൈജഷന് വേണ്ടിയിട്ട് സ്റ്റൊമക്കിൽ. അപ്പൊ അത് ആ ഒരു pH റെഗുലേറ്റ് ചെയ്യുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ ജേംസിനെ കൊല്ലുന്നു, അതേപോലെ സ്റ്റൊമക്കിൽ ഡൈജഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു pH റെഗുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുക. ഇനി നമ്മൾ മ്യൂക്കസ് എടുക്കുകയാണെങ്കിൽ, ഇനി അടുത്തതുള്ളത് മ്യൂക്കസ് ആണ്. ഓക്കെ, അപ്പൊ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ള ഒരു ലിക്വിഡ് ആണ് നമുക്കറിയാം. മ്യൂക്കസ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിലുള്ള അല്ലെ, അവിടെയൊക്കെ ഉള്ള ഒന്നാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അത് എവിടെയും ഉണ്ട്, സ്റ്റൊമക്കിൽ ഉണ്ട്. ആ സ്റ്റൊമക്കിലുള്ള ഈ മ്യൂക്കസ് എന്തിനാണ്, പൊതുവെ മ്യൂക്കസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അല്ലെ, പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മ്യൂക്കസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കണ്ട ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഉണ്ട് അല്ലെ, എൻസൈമുകളും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നെല്ലാം ഈ
സ്റ്റൊമക്കിന്റെ വാളിനെ സംരക്ഷിക്കുന്നത് ഈ മ്യൂക്കസ് ആണ്. അപ്പൊ സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഫ്രം ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പെപ്സിൻ എൻസൈം ഉണ്ട്, ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ആൻഡ് മ്യൂക്കസും ഉണ്ട്. ഇത്രയുമാണ് അതിലുള്ളത്. അതായത് പ്രോട്ടീനെ അത് പെപ്റ്റോൺ ആക്കി മാറ്റി. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള വേറൊരു ടോപ്പിക് ആണ് അതിൽ ആസിഡ് ഫാക്ടറി ഓഫ് ദ ബോഡി. നമുക്കറിയാം ആസിഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ് അല്ലെ? നമ്മളിപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾ കണ്ടു. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സ്റ്റൊമക്ക് വാളിലുള്ള ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. സ്റ്റൊമക്ക് വാളിലുള്ള ഓക്സെന്റിക് സെൽ എന്ന് പറയുന്ന ഒരു സെല്ല്, അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ pH എങ്ങനെയാണ്? അസിഡിക്, ഹൈലി അസിഡിക് ആണ് അല്ലെ? 1 to 3 ആണ് അതിന്റെ pH വാല്യൂ. അപ്പോ അത് എത്രത്തോളം എന്താ പറയാ, അത്രയും അസിഡിക് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് അത് സ്റ്റൊമക്ക് വാളിനെ നശിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉള്ളത്. അത് നമ്മൾ ഓൾറെഡി അതിനുള്ളൊരു ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മ്യൂക്കസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? മ്യൂക്കസ് എന്ന് പറയുന്ന വഴുവഴുപ്പുള്ള ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റൊമക്ക് വാളിനെ സംരക്ഷിക്കുന്നുണ്ട് ഫ്രം ദ ആക്ഷൻ ഓഫ് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതായത് ഇത് മെറ്റൽസിനെ വരെ ഡിസോൾവ് ചെയ്യാൻ പ്രാപ്തിയുള്ള ആസിഡ് ആണ്, അത്രയും വീര്യം കൂടി ആസിഡ് ആണ്. പക്ഷെ സ്റ്റൊമക്ക് വാളിനെ ഒന്നും പറ്റാതെ സംരക്ഷിക്കുന്നത് സ്റ്റൊമക്ക് വാളിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നു, അതേപോലെ ബൈകാർബണേറ്റിനെയും ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടുമാണ് സ്റ്റൊമക്ക് വാളിനെ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റൊമക്ക് വാളിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മ്യൂക്കസും ബൈകാർബണേറ്റും. മ്യൂക്കസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ ഇന്നർ വാളിലാണ് കാണപ്പെടുന്നത്. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലൈൻ ആണ് അല്ലെ? ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസ് ആണ്. അതെന്ത് ചെയ്യും? ആസിഡിന്റെ വീര്യത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു ന്യൂട്രൽ ആക്കി മാറ്റുകയാണ് ബൈകാർബണേറ്റ് ചെയ്യുന്നത്. ചില ആളുകളിൽ ഈ ഒരു ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ഈ ഒരു മ്യൂക്കസോ അല്ലെങ്കിൽ ബൈകാർബണേറ്റിനോ അതിനെല്ലാം ഇതിനെ പരിഹരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആസിഡിന്റെ വീര്യം കൂടുകയാണെങ്കിൽ എന്താവും? അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരികയും അസിഡിറ്റി ഒരുപാട് കാലം ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസർ അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന ടേമാണ് അൾസർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അൾസർ ആവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. അത് അൾസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മ്യൂക്കസും അതേപോലെ ഈ ബൈകാർബണേറ്റിന്റെ ഒക്കെ എന്താണ് ജോലി എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് ഒരു ജോലി ഭാരം കൊടുക്കുന്ന പോലെയാവും. കാരണം ആസിഡ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അസിഡിറ്റി എന്ന് പറയുന്ന അവസ്ഥ കുറെ കാലം തുടർന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മ്യൂക്കസ് എല്ലാം ഇല്ലാതെയാവുന്നു, ആ സ്റ്റൊമക്കിന്റെ വാളിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ വൂൺസ് ഉണ്ടാവുന്നു. അതാണ് അൾസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർക്കേണ്ട ടേംസ് ഇത്രയുള്ളൂ. ഓക്സനിക് സെല്ലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ pH, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മ്യൂക്കസും ബൈകാർബണേറ്റുമാണ്. അതേപോലെ മ്യൂക്കസ് എന്ന് പറയുന്ന ഇന്നർ വാള്, സ്റ്റൊമക്കിന് ഇന്നർ വാളിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഫെയിൽ ആവുന്നത് എപ്പോഴാണ്? പ്രത്യേകം, അതായത് ഒരുപാട് കൂടുതലായിട്ടുള്ള ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആസിഡിറ്റി ഒരു വിഷയമാവുകയും ഈ ഒരു ആസിഡിറ്റി ഒരുപാട് കാലത്തേക്ക് നിൽക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ ഇപ്പൊ എവിടെ എത്തി? സ്റ്റൊമക്കിൽ നിന്നും ഭക്ഷണം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി. നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്
കാരണം എന്താണ്? അത് വളരെ ലോങ് ആണ്, നീളം കൂടിയതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. പക്ഷെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വലിപ്പം അല്ലേ വളരെ കുറവാണ്. അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ കുറവാണ്, പക്ഷെ നീളം കൂടുതലാണ്. അത് എവിടെയാണ് ഉണ്ടാവുക? അബ്ഡമനിലാണ് ഉണ്ടാവുക. തൊറാക്സിന്റെ താഴെയായിട്ടാണല്ലോ അബ്ഡമൻ. അബ്ഡമന്റെ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ഫോൾഡുകളായിട്ട് കോയിൽ ചെയ്ത് ഇങ്ങനെ ചുരുണ്ടു മടങ്ങിയാണ് ഇങ്ങനെ കിടക്കുക അല്ലെ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കോയിലായിട്ട് അല്ലെ, കോയിലായിട്ടാണ് ഇങ്ങനെ കാണുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്താണ്, ഇങ്ങനെ ഒരുപാട് കോയിൽസ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ടു മടങ്ങി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ്, മെല്ലെയാണ്, പതിയെയാണ് ഭക്ഷണം അതിലൂടെ കടന്നു പോകുക. അങ്ങനെ പതിയെ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു. അതേപോലെ അബ്സോർപ്ഷൻ അല്ലെ, അബ്സോർപ്ഷന്റെ തുടക്കവും അവിടെ തുടങ്ങുകയാണ്. ഡൈജഷൻ സംഭവിച്ചു, അത് കഴിഞ്ഞ് ആ ഡൈജഷൻ കംപ്ലീറ്റ് ആയി, എന്നിട്ട് അബ്സോർപ്ഷൻ, ഭക്ഷണത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുകയാണ്, അവിടെ തുടങ്ങുകയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ, രണ്ടാമത്തെ ബിഗിനിങ് ഓഫ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. അതായത് സ്റ്റൊമക്കിൽ നിന്നും നമ്മൾ പറഞ്ഞു, സ്റ്റൊമക്കില് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെരിസ്റ്റാളിസിസ് മൂലം ഭക്ഷണം എന്തായിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിലായി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പേസ്റ്റ് രൂപത്തിലായ ഭക്ഷണം സ്റ്റൊമക്കിൽ നിന്നും ഡുവോഡനത്തിലേക്ക്, അതായത് ഡുവോഡനം എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ആദ്യത്തെ ഭാഗമാണ് ഡുവോഡനം. അപ്പോ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡനത്തിലേക്ക് സ്റ്റൊമക്കിൽ നിന്നും പേസ്റ്റ് രൂപത്തിലുള്ള ഭക്ഷണം എവിടേക്ക് എത്തുന്നുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡനത്തിലേക്ക് എത്തുന്നു. ഓക്കെ. അതേപോലെ ഡുവോഡനത്തിലേക്ക് ഭക്ഷണം എത്തിയല്ലോ. ഈ ഡുവോഡനത്തിലേക്ക് ഭക്ഷണം എത്തുന്നതിനൊപ്പം തന്നെ ലിവറും പാൻക്രിയാസും സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസും ഡുവോഡനത്തിൽ എത്തുന്നുണ്ട്. അതായത് ഡുവോഡനത്തിൽ ഭക്ഷണം ആദ്യത്തെ ഭാഗമായ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡനത്തിലേക്ക് ഭക്ഷണം എത്തുന്നു ഫ്രം സ്റ്റൊമക്. അതിനുശേഷം ലിവറിലെയും പാൻക്രിയാസിലെയും ഡൈജസ്റ്റീവ് ജ്യൂസുകൾ എവിടേക്ക് എത്തുന്നു? ഡുവോഡനത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു കോമൺ ഡക്റ്റിലൂടെയാണ് ഇത് എത്തുന്നത്. അത് നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിൽ നമുക്ക് അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഡുവോഡനത്തിലേക്കാണ് ഈ ഡൈജസ്റ്റീവ് ജ്യൂസുകളും ലിവറിനും പാൻക്രിയാസിനും എത്തുന്നത്. അപ്പൊ നമുക്കറിയാം പാർഷ്യൽ ആയിട്ട് ഡൈജസ്റ്റഡ് ആയിട്ടുള്ളൂ അല്ലെ ഭക്ഷണം. എവിടെ നിന്ന്? സ്റ്റൊമക്കിൽ നിന്നും പാർഷ്യൽ ഡൈജഷൻ സംഭവിച്ച ഭക്ഷണമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ആദ്യത്തെ ഭാഗമായ ഡുവോഡനത്തിൽ എത്തുന്നത്. ഈ ഡുവോഡനത്തിൽ എത്തിയ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഈ ജ്യൂസിൽ നിന്നുമുള്ള എൻസൈമുകൾ, അതായത് ഏത് ജ്യൂസിൽ നിന്നും? ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ ആൻഡ് ദ പാൻക്രിയാസ്. അതാണല്ലോ ഡുവോഡനത്തിൽ കോമൺ ഡക്റ്റിലൂടെ എത്തുന്നത്. ആ ഒരു എൻസൈം ആണ് ബാക്കിയുള്ള ഡൈജഷന്റെ പ്രോസസ്സിനെ നടത്തുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ പറ്റി നിങ്ങൾക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും എങ്ങനെയാണ് എത്തുന്നത് അത് എന്നുള്ളത് ആ ഒരു ചിത്രം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് ലിവർ അല്ലെ, ഇത് ലിവർ ആണ്. ഇതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പൊ പാൻക്രിയാസും ലിവറും ആയിട്ട് ഇതിന്റെ രണ്ടിൽ നിന്നും എന്ത് വരുന്നുണ്ട്? ഡൈജസ്റ്റീവ് ജ്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പൊ പാൻക്രിയാസിൽ നിന്നും എന്ത് വരുന്നുണ്ട്? ഡൈജസ്റ്റീവ് ജ്യൂസ് വരുന്നുണ്ട്. ലിവറിൽ നിന്നും ഡൈജസ്റ്റീവ് ജ്യൂസ് വരുന്നുണ്ട്. അതൊരു കോമൺ ഡക്റ്റ് ഇവിടെ കാണുന്നില്ലേ? ഒരു കോമൺ ഡക്റ്റിലൂടെ, ഇതാണ് ഡുവോഡനം, ഇതാണ് ഡുവോഡനം. ആ ഡുവോഡനത്തിലേക്ക് ഒരു കോമൺ ഡക്റ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ലിവറിൽ നിന്നും അതേപോലെ പാൻക്രിയാസിൽ നിന്നും ജ്യൂസുകൾ, ഡൈജസ്റ്റീവ് ജ്യൂസുകൾ എവിടേക്ക് വരുന്നുണ്ട്? ഡുവോഡനത്തിലേക്ക്. അത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡുള്ള ഡുവോഡനത്തിലേക്ക് വരുന്നു.
അപ്പൊ എന്താണ് ഈ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും ഡൈജഷനിലുള്ള റോള് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ലിവർ ആൻഡ് ദ പാൻക്രിയാസ് ഇൻ ഡൈജഷൻ? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് റോൾ എന്ന് നോക്കാം. ദ റോൾ ഓഫ് ലിവർ ആൻഡ് പാൻക്രിയാസ് ഇൻ ഡൈജഷൻ. അപ്പൊ ലിവർ എന്ന് പറയുന്നത്, ലിവറില് ബൈൽ അല്ലെ, പിത്തരസം. ഓക്കെ, പിത്തരസമാണല്ലോ ബൈല്. അപ്പൊ പിത്തരസം എന്ന് പറയുന്ന ബൈലില് എൻസൈമുകൾ ഒന്നുമില്ല. അതിൽ എന്തില്ല? എൻസൈമുകളില്ല. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടതിലൊക്കെ എന്താണ്? എൻസൈമുകൾ ഉണ്ട്. ഗാസ്ട്രിക് ജ്യൂസിൽ എൻസൈം ഉണ്ട്. അതുപോലെ നമ്മൾ തുടക്കത്തിൽ അല്ലെ മൗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എൻസൈമുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ബൈലില് എൻസൈമുകൾ ഇല്ല. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസിൽ അല്ലെങ്കിൽ പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പക്ഷെ അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റിനെ ചെറിയ ചെറിയ കണികകളാക്കി മാറ്റാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനൊരു വാക്ക് പറയും, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് ഇതിന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുന്നത്. ലിവറിന്റെ റോൾ എന്താണ് ഡൈജഷനിൽ എന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ നമുക്ക് പറയാം, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് പറയാൻ പറ്റുക. എമൾസിഫിക്കേഷൻ എന്നാണ് പറയാൻ പറ്റുക. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഓക്കെ, അപ്പൊ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് പറയാം. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അത് കുറച്ചും കൂടി വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അതിനെപ്പറ്റി ആ ഒരു ടേം ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് പറയാം? ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ലിവർ. അതേപോലെ ഭക്ഷണത്തിനെ ആൽക്കലൈൻ ആക്കുന്നു, അല്ലെ, ക്ഷാരഗുണമുള്ളതാക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആൽക്കലൈൻ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ. ആസിഡിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ആൽക്കലൈൻ എന്ന് പറയുന്നത്. അപ്പോ ഭക്ഷണം സ്റ്റൊമക്കിൽ നിൽക്കുമ്പോൾ എന്താണ്? സ്റ്റൊമക്കിൽ നിൽക്കുന്ന സമയത്ത് അതൊരു അസിഡിക് ആണ്. അത് ഇപ്പൊ എവിടെ എത്തി? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തി. അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വഭാവം അല്ലെ, അത് അസിഡിക്കിൽ നിന്നും ആൽക്കലൈനിലേക്ക് ആകണം. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ലിവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിവറിലെ ബൈൽ ജ്യൂസ് എന്ന് പറയുന്ന പിത്തരസമാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഡൈജഷന് ലിവർ ഹെൽപ്പ് ചെയ്യുന്നത്? ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അതേപോലെ ഭക്ഷണത്തിനെ ആൽക്കലൈൻ ആക്കി മാറ്റുന്നു. ഈ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിനെ നമുക്കറിയാം ഗോൾ ബ്ലാഡർ അല്ലെ, ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിത്തസഞ്ചി എന്ന് പറയും മലയാളത്തിൽ. പിത്തസഞ്ചിയിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിലാണ് ഈ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഈ ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ബൈലിൽ നിന്നും ആണ് എന്ത് വരുന്നത്? ആ ബൈലിൽ നിന്നും അല്ലെ, ആ ബൈലിൽ നിന്നുമാണ്, അതാണ് ബൈൽ. ആ ബൈലിൽ നിന്നുമാണ് എന്ത് വരുന്നത്? ഇങ്ങനെ ഒരു ഡക്റ്റ് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ ഇവിടെയാണെങ്കിലും പാൻക്രിയാസ് എന്ന് നിന്നിട്ടാണല്ലോ ഒരു കോമൺ ഡക്റ്റിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ലിവർ എന്ന് പറയുന്നതിന്റെ അതിന്റെ റോൾ എന്ന് പറയുന്നത് ഇതാണ് ഡൈജഷൻ. ഇനി പാൻക്രിയാസ് നോക്കുമ്പോൾ നമുക്കറിയാം, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? പാൻക്രിയാറ്റിക് ജ്യൂസ്. ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഡുവോഡനത്തിൽ എങ്ങനെയാണ് എത്തുന്നത്? ഒരു കോമൺ ഡക്റ്റിലൂടെ അങ്ങനെ എത്തുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കി, ലിവറിന്റെ റോള് മനസ്സിലായി. ഇനി നമ്മൾ പാൻക്രിയാസിൽ എന്തെല്ലാം എൻസൈമുകളാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. പാൻക്രിയാസിൽ എന്തെല്ലാം എൻസൈമുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഇതിൽ എഴുതിയതിൽ അത്ര വ്യക്തമായിരിക്കില്ല. ഇതും ടെക്സ്റ്റിലുള്ള ചിത്രം തന്നെയാണ്. ഓക്കെ, ഇതും ടെക്സ്റ്റിലുള്ള ചിത്രം തന്നെയാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ എൻസൈമിന്റെ പേര് പാൻക്രിയാറ്റിക് അമിലേസ് എന്നാണ്. നമ്മൾ സലൈവറി അമിലേസ് എന്ന് കേട്ടു അല്ലെ? അത് വായിലുള്ള ഒന്നാണ്. അല്ലെങ്കിൽ അതായത് സലൈവറി അമിലേസ് നമ്മൾ അവിടെയാണ് കേട്ടത്. അതേപോലെ തന്നെ ഇവിടെ കേൾക്കുന്ന ഒരു പേര് നോക്കുക, പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അപ്പൊ അമിലേസ് എന്ന് പറയുമ്പോൾ അവിടെയും സ്റ്റാർച്ച് ആണല്ലോ ഡൈജസ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റാർച്ച് ആണ് മാൾട്ടോസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ,
അവിടെ സാലിവറി ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്ത സാലിവറി അമിലേസ് ഹെൽപ്പ് ചെയ്യുന്നതും സ്റ്റാർച്ചിന്റെ ഡൈജഷൻ ആയിരുന്നു. ഇവിടെ എന്താണ് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്ത പാൻക്രിയാറ്റിക് അമിലേസും ഓൾസോ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് വിച്ച് കൺവേർട്ട് ഇറ്റ് ഇൻ ടു മാൾട്ടോസ്. ഇനി അതേപോലെ പ്രോട്ടീൻ ആണെങ്കിൽ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം ആണ് പ്രോട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, പ്രോട്ടീൻ എന്ന് പറയുന്നതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ പെപ്റ്റൈഡ് ആക്കി മാറ്റും. നമ്മൾ മുൻപ് സ്റ്റൊമക്കിൽ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്, അത് പെപ്റ്റോണുകളാക്കി മാറ്റി. ഇവിടെ പ്രോട്ടീൻ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം വഴി പെപ്റ്റൈഡുകളായി മാറി. ഓക്കെ, ഇനി ഫാറ്റ് ഉണ്ട്. ഫാറ്റ് പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന, ലിപ്പിഡ് എന്നൊക്കെ കേട്ടാൽ നമുക്കറിയാം ഫാറ്റിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആക്കിയിട്ടാണ് മാറ്റുക. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആക്കിയിട്ടാണ് ഫാറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചിത്രം തന്നെയാണ്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാർച്ച് പാൻക്രിയാറ്റിക് ലിപ്പേസ് വഴി മാൾട്ടോസ് ആകുന്നു, പ്രോട്ടീൻ ട്രിപ്സിൻ വഴി പെപ്റ്റൈഡ് ആകുന്നു, ഫാറ്റ് പാൻക്രിയാറ്റിക് ലിപ്പേസ് വഴി ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ദ റോൾ ഓഫ് ലിവർ ആൻഡ് ദ പാൻക്രിയാസ്. ഇപ്പൊ നമ്മൾ ലിവറിന്റെ ഓൾറെഡി റോള് മനസ്സിലായി, ഇപ്പോ പാൻക്രിയാസിന്റെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലുള്ള 3 എൻസൈമുകളാണ് ഇപ്പൊ പറഞ്ഞത്. അത് എന്തിനെല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട് എന്താണ്, പ്രോട്ടീൻ പെപ്റ്റൈഡ് ആയിട്ട് മാറുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഭക്ഷണം പിന്നീട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു അല്ലെ, ഡുവോഡനം എന്ന് പറയുന്ന ഭാഗത്തിലെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെ കുറച്ച് ദഹനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം എന്ത് ചെയ്യണം, ഡുവോഡനത്തിൽ നിന്നും ഇനിയും എന്ത് ചെയ്യണം, ഇനിയുള്ള ഭാഗങ്ങളിലേക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അത് താഴേക്ക് വരണം അല്ലെ. അപ്പോ ഭക്ഷണം അല്ലെങ്കിൽ ഡുവോഡനത്തിൽ നിന്നും ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഡുവോഡനത്തിൽ നിന്നും മുന്നോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇൻറ്റെസ്റ്റൈനിൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും എന്ത് ചെയ്യുന്നുണ്ട്, പലതരം ജ്യൂസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അധികം ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസുകളിലും എന്തുണ്ട്, പലതരത്തിലുള്ള എൻസൈമുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞു, അതിൽ കുറെ എൻസൈമുകൾ കണ്ടു. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞു, അതിൽ കുറെ എൻസൈമുകൾ കണ്ടു അല്ലെ. അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള ജ്യൂസിലും എന്തുണ്ട്, കുറെ അധികം എൻസൈമുകൾ ഉണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. ട്രിപ്സിനോജൻ, അതേപോലെ എരിപ്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എൻസൈം ഉണ്ട്. മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എൻസൈമുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അത് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തും എന്ത് ചെയ്യും, അത് വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. സോ ഓക്കെ, അപ്പൊ ഇപ്പൊ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഡ്യുവോഡനത്തിൽ നിന്നും ഭക്ഷണം എന്ത് ചെയ്യുന്നു, മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റെസ്റ്റൈൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ പലതരത്തിലുള്ള എൻസൈമുകളും എന്ത് ചെയ്യുന്നുണ്ട്, അത് മാൾട്ടോസിനെയും ലാക്ടോസിനെയും ഷുഗറിനെയും അല്ലെ, മാൾട്ടോസ് എന്ന് പറയുന്നതിനെയും അല്ലെ, നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് എന്ന് പറയുന്നതിന്റെ അല്ലെ, സ്റ്റാർച്ചിന്റെ സിമ്പിൾ ഷുഗർ ഫോം ആണ്, പലതരത്തിലുള്ള ഫോം ആണ് മാൾട്ടോസ്, ലാക്ടോസ്, ഷുഗർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സൂക്രോസ് എന്നൊക്കെ പറയുന്നത്. അതിനെയെല്ലാം എന്ത് ചെയ്യണം, അതിനെല്ലാം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണം. അതായത് സ്റ്റാർച്ചിനെ വളരെയധികം സിംപ്ലസ്റ്റ് ഫോമുകളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അല്ലെ, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതേപോലെ ലാക്ടോസ്, അതേപോലെ ഷുഗർ, ഇതിനെല്ലാം എന്താക്കി മാറ്റുക, ഫ്രക്ടോസും ഗാലക്ടോസും എന്നൊക്കെ പറയുന്ന സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഇതെല്ലാത്തിനെയും മാറ്റുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസിൽ അതിലുണ്ടായിരുന്ന ഒരു എൻസൈം ആയിരുന്നു അതിലുള്ള എൻസൈം ട്രിപ്സിൻ അല്ലെ. ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടായിരുന്നില്ലേ, അത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. പ്രോട്ടീൻ എന്താക്കി, പെപ്റ്റൈഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ആ പെപ്റ്റൈഡുകൾ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് ഇവിടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള എൻസൈമാണ്. അപ്പോ
അവിടെ ഉണ്ടായിരുന്ന പെപ്റ്റൈഡിനെ എന്താക്കി മാറ്റി? ഇവിടെ അമിനോ ആസിഡായി മാറ്റി. ഫാറ്റിന്റെ ഡൈജഷൻ ലിവറിന്റെ വെച്ചിട്ടാണെങ്കിൽ ലിവറിന്റെ അവിടെ ആ ലിവറിലെ ബൈല് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാറ്റിന്റെ ഫുൾ ഡൈജഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. ഡുവോഡനത്തിൽ തന്നെ ഫാറ്റിന്റെ ഫുൾ ഡൈജഷൻ കഴിഞ്ഞു. ഇവിടെ ഇൻഡസ്റ്റൈനിൽ ആയപ്പോൾ എന്താ പറയുക, പ്രോട്ടീനിന്റെയും അതേപോലെ സ്റ്റാർച്ചിന്റെയും ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനില് മോസ്റ്റ് ഓഫ് ദ ഡൈജഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കാർബോഹൈഡ്രേറ്റിനാണ് മാൾട്ടോസ് ആണെങ്കിലും ലാക്ടോസ് ആണെങ്കിലും ഷുഗറും എല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റിന് പല ഫോമുകളാണ് അല്ലെ. ഇപ്പൊ സുക്രോസ് എന്നൊക്കെ പറയുന്നത് കരിമ്പിലൊക്കെ ഉള്ള ഷുഗർ. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പാലിലുള്ള ഷുഗർ ആണ് ലാക്ടോസ്, അതുപോലെ മാൾട്ടോസ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്തത് സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈമുകൾ. അതുപോലെ പെപ്റ്റൈഡിനെ അമിനോ ആസിഡ് ആക്കി മാറ്റി. അതേപോലെ ഫാറ്റിന്റെ ഡൈജഷൻ പൂർണ്ണമായി ഡുവോഡനത്തിൽ തന്നെ നടന്നു. അതിന് ഹെൽപ്പ് ചെയ്തത് ബൈൽ ജ്യൂസ് ആണ്, ബൈലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇറ്റ്സ് എ കൺവേർഷൻ ഓഫ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിനെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ് എന്ത്? ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എന്തായി? പെപ്റ്റൈഡ് എന്ന് പറയുന്ന അല്ലെ, ഈ മുത്ത് പോലെ കോർത്തിരിക്കുന്ന മാലയെല്ലാം അതിലെ മാലയിലെ മുത്തുകൾ മാത്രമായി മാറി. അതായത് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ദ വാട്ടർ, മിനറൽസ്, വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ഭക്ഷണം, ഇപ്പൊ ന്യൂട്രിയൻസ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചപ്പോ അതിൽ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഡയറ്ററി ഫൈബേഴ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മളിപ്പോ കാർബോഹൈഡ്രേറ്റും ഫാറ്റിന്റെയും പ്രോട്ടീനിന്റെയും ദഹനം ഫുള്ളായിട്ട് പൂർത്തിയായിട്ടുണ്ട് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ഇറ്റ്സെൽഫ്. ഇനി ബാക്കി നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അതുപോലെ വെള്ളം ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ട, അതിന് പ്രത്യേകിച്ച് ഒരു ദഹിക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് അത് എന്താണ്? അത് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഡൈജഷൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനില് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഡൈജസ്റ്റ് ചെയ്ത ഈ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസ് എല്ലാം എന്താണ്? നമ്മുടെ രക്തത്തിലേക്ക് മറ്റും ആഗിരണം ചെയ്യപ്പെടണം അല്ലെ, നമുക്ക് ഊർജം കിട്ടണം. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്, അബ്സോർപ്ഷൻ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡൈജഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നതും അബ്സോർപ്ഷൻ തുടങ്ങുന്നതും എവിടെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സിമ്പിൾ ന്യൂട്രിയൻസിന്റെ ഇപ്പൊ നമ്മൾ ആക്കിയിട്ടുള്ള ഇതെല്ലാത്തിനും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ എല്ലാ ന്യൂട്രിയൻസിനെയും മാറ്റി. അപ്പൊ ഈ സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഈ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇത് വില്ലസ് എന്നാണ് പറയാൻ. ഇതിന് വില്ലി എന്ന് പറയും, വില്ലി അല്ലെങ്കിൽ വില്ലസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ വില്ലി എന്ന് പറയാൻ നമ്മൾ ഒന്നിനെയാണ് നമ്മൾ വില്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂട്ടമായിട്ട് പറയും നമ്മൾ അതിന് വില്ലസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ വില്ലസ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിലും കാണാം, ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലെ. അപ്പൊ വില്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വില്ലി എന്ന് പറയുന്നത് ചെറിയ നമ്മുടെ വിരല് പോലെയുള്ള ഒരു പ്രൊജക്ഷൻസ് ആണ്. അത് നമുക്ക് ഇൻഡസ്റ്റൈനിന്റെ വോളില്, അതായത് ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസ് കാണാനായിട്ട് പറ്റും. ഈ പ്രൊജക്ഷൻസ് ഇതാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസിന്റെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സർഫസ് ഏരിയ കൂട്ടുന്നത്. സർഫസ് ഏരിയ കൂട്ടുക, അതായത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, അതായത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട്
സർഫസ് ഏരിയ, സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ സർഫസ് ഏരിയ കൂട്ടുന്നത് എന്താണ്? ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വില്ലസ് എന്ന് പറയുന്നത് അതിന് സിംഗിൾ സെല്ല് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ് അതിന് ചുറ്റും ഉണ്ടാവുക. ഓക്കെ, സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിന്റെ ഉള്ളിൽ ബ്ലഡ് കാപ്പിലറികള്, അതേപോലെ ലിംഫിന്റെ കാപ്പിലറികൾ, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെല്ലാം ഉണ്ട്? വില്ലി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ സെല്ല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ബ്ലഡ് കാപ്പിലറികളും ലിംഫ് കാപ്പിലറികൾ എന്ന് പറയുന്ന ലാക്റ്റിയലുകൾ എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്? അതിന്റെ ഉള്ളിൽ ഉണ്ട്. വെള്ളത്തിൽ എളുപ്പം സോളിബിൾ ആവുന്ന ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ബ്ലഡിലേക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ വില്ലസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ സോളിബിൾ ആയിട്ടുള്ള, വെള്ളത്തിൽ ലയിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പൊ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും 90% വെള്ളത്തിന്റെ അബ്സോർപ്ഷനും വില്ലസിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ? വില്ലസിലൂടെയാണ് നടക്കുന്നത്. വില്ലസിലുള്ള ബ്ലഡ് കാപ്പിലറികളിലേക്കും അല്ലെങ്കിൽ ലിംഫ് കാപ്പിലറികളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുക? ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതേപോലെ 90% വെള്ളവും അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ വില്ലസിലൂടെയാണ്. ഓക്കെ, അപ്പോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും മാക്സിമം നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ്. എല്ലാ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. 90% വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. വില്ലസ് എന്ന് പറയുന്ന സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലെ ബ്ലഡ് വെസൽസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിലേക്കും അല്ലെങ്കിൽ ലിംഫ് കാപ്പിലറികളിലേക്കുമായിട്ടാണ് ഈ ന്യൂട്രിയൻസിന് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യപ്പെടുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നവ ബ്ലഡിലേക്കും ലയിക്കാത്തവ ലിംഫിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് അതിൽ അടുത്ത സ്ലൈഡിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വില്ലസ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് വില്ലസിന്റെ, അല്ലെ? വില്ലസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ബ്ലഡ് കാപ്പിലറികളും അതേപോലെ ലിംഫ് കാപ്പിലറി ആയിട്ടുള്ള ലാക്റ്റിയലുകളും എല്ലാം എന്താണ് അതിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലെയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലെ? ഒരു ലെയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ലെയർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ലെയർ ഓഫ് സെല്ലുകൾ, സിംഗിൾ ലെയർ ഓഫ് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ചുവപ്പ് നിറത്തിൽ കാണാൻ പറ്റുന്നത് എന്താണ്? ചുവപ്പ് നിറത്തിൽ കാണുന്നത് ബ്ലഡ് കാപ്പിലറിയും ഈ ബ്ലൂ, അല്ലെ? ചുവപ്പ് നിറത്തിൽ കാണുന്നതും ബ്ലൂ ഒക്കെ എന്താണ്? ബ്ലഡ് കാപ്പിലറികളാണ്. അതിനുള്ളിൽ കാണുന്ന ഈ യെല്ലോ കളർ എന്താണ്? ലാക്റ്റിയൽ എന്ന് പറയുന്നതാണ്. ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് കാപ്പിലറി ആണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറികളിൽ നമ്മൾ പറഞ്ഞു ബ്ലഡിൽ ലയിക്കുന്നവ, എളുപ്പത്തിൽ ബ്ലഡിൽ ലയിക്കുന്നവ, സോറി ബ്ലഡിലല്ല, വെള്ളത്തിൽ, അതായത് വാട്ടർ സോളിബിൾ, വെള്ളത്തിൽ എളുപ്പം ലയിക്കുന്നവയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ളവ എന്താണ്? സിംപ്ലസ്റ്റ് ഷുഗർ ഫോമുകളൊക്കെ, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതൊക്കെ ആക്കി മാറ്റിയല്ലോ നമ്മൾ ഓൾറെഡി. അപ്പൊ അതും അതേപോലെ അമിനോ ആസിഡും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇനി വെള്ളത്തിൽ ലയിക്കാത്തവ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫാറ്റ് ആണ്, അല്ലെ? വെള്ളത്തിൽ ലയിക്കില്ല, അറിയാം നമുക്ക്. അപ്പൊ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയുന്ന ഫാറ്റിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണല്ലോ അത്. അത് നേരിട്ട് ലാക്റ്റിയലിന്റെ ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ബ്ലഡ് കാപ്പിലറീസിലേക്ക് എന്തെല്ലാമാണ് അബ്സോർബ് ചെയ്യപ്പെടുക എന്ന് ആലോചിക്കുക. അതുപോലെ ലാക്റ്റിയലിലേക്ക് എന്തെല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്നു, അതിന്റെ കാരണവും മനസ്സിലാക്കുക. ഒന്ന് വാട്ടർ സോളിബിൾ ആയതുകൊണ്ടാണ് ബ്ലഡിലേക്ക്, വാട്ടർ സോളിബിൾ അല്ലാത്തതുകൊണ്ട് ലിംഫിലെ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ന്യൂട്രിയൻസിനെ നമ്മൾ അങ്ങനെ ആക്കി മാറ്റിയത് ഡൈജഷൻ എന്ന പ്രോസസ്സിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെയും സിംപ്ലസ്റ്റ് ന്യൂട്രിയൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ബ്ലഡിലേക്കും ലിംഫിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലഡ് കാപ്പിലറീസിന്റെ വോളിലൂടെ അല്ലെങ്കിൽ ലാക്റ്റിയലിന്റെ വോളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? സിമ്പിൾ ന്യൂട്രിയൻസ്
ബ്ലഡിലേക്കും ലാക്റ്റിയയിലേക്കും എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വോൾസിലുള്ള സെല്ല് അല്ലെ, ഈ ഒരു വോളിലുള്ള സെല്ല്, അതായത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ഇൻഡസ്റ്റൈൻ സെല്ലുകളിൽ നിന്നും അത് രക്തത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ അത് ലാക്റ്റിയലിലേക്ക് എത്താനും എല്ലാം സഹായിക്കുന്നത് ആ സെല്ലുകളിലുള്ള അല്ലെങ്കിൽ ആ വോളുകളിലുള്ള സെല്ലുകളാണ് അല്ലെ. സെല്ലുകളാണല്ലോ, കാരണം ബ്ലഡിലേക്ക് ന്യൂട്രിയൻസ് കയറണം അല്ലെങ്കിൽ ലിംഫിലേക്ക് കയറണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കേറില്ല അല്ലെ. ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യണം, അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങി നീങ്ങി വേണം ഉള്ളിലേക്ക് എത്താൻ. അപ്പൊ എന്തോ ആ ഒരു വോളില് ആ സെല്ലുകൾ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ മോളിക്യൂൾ ഉള്ളിലേക്ക് കടക്കുന്നതും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതും എല്ലാം നിയന്ത്രിക്കുന്നത് ചില പ്രോസസ്സുകളാണ്. അപ്പൊ ആ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് 4 അബ്സോർപ്ഷൻ പ്രോസസ്സുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് 4 അബ്സോർപ്ഷൻ പ്രോസസ്സിനെ പറ്റി പഠിക്കാനുണ്ട്. നമുക്ക് അതിനെ പറ്റി നോക്കാം. ഓക്കെ, അപ്പൊ ബിഹൈൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നതിൽ എന്താണ്, കുറെ അധികം നിങ്ങൾക്ക് അതിനുള്ളിൽ എന്ത് കാണാൻ പറ്റും, കുറെ അധികം മോളിക്യൂൾസ് അല്ലെ, കുറെ അധികം മോളിക്യൂളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം മോളിക്യൂളുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നതിൽ നിന്നും തൊട്ടടുത്ത സെല്ലുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുക, അതായത് ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ഇതിന്റെ അതായത് വില്ലസിന്റെ സിംഗിൾ ലെയർ ഓഫ് സെല്ല് അല്ലെ, അത് കടക്കാനും എന്ത് വേണം, അത് കടക്കാനും ഒരു പ്രോസസ്, അവിടെ എന്തൊരു അബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ചെറുകുടലിൽ നിന്നും ഒരു ഇൻഡസ്റ്റൈനൽ സെൽ അതിന്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ ഒരു ഭാഗത്ത് ഗാഢത കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഇപ്പൊ ന്യൂട്രിയൻസിന്റെ കോൺസെൻട്രേഷൻ ഈ ഭാഗത്ത് എന്താണ്, കൂടുതലാണ് അല്ലെ. ഇതിന്റെ ഉള്ളില് കൂടുതലാണ്, ഇതിന്റെ ഉള്ളിൽ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പൊ ഗാഢത കൂടിയവിടെ നിന്നും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയവിടെ നിന്നും കുറവുള്ള ഭാഗത്തിലേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്കാണല്ലോ, ഇവിടേക്ക് ഇങ്ങനെ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ കോൺസെൻട്രേഷൻ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എനർജി ആവശ്യമില്ല. ഓക്കെ, അവിടെ എനർജി എന്തില്ല, ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് അല്ലെ, നേരെ തിരിച്ചാണ് വരുന്നത്. ഇവിടെ മോളിക്യൂൾ ഇവിടെ എന്താണ്, കുറവാണ്, ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറവാണ്, പക്ഷെ ഇവിടെ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറവിൽ നിന്നും കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂളുകൾ ചലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എനർജി ആവശ്യമാണ്. അവിടെ എന്ത് വേണം, എനർജി വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 തരത്തിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ആദ്യം കാണിച്ച എന്താണ്, ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, അത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമില്ല, എളുപ്പത്തിൽ ഈസി ആയിട്ട് മോളിക്യൂള് ഫ്ലോ നടക്കും, മോളിക്യൂൾ എളുപ്പത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാം, തൊട്ടടുത്ത ഇൻഡസ്ട്രിയൽ സെല്ലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മോളിക്യൂൾസിന് പോവാൻ സാധിക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ നമ്മൾ പറയുന്നത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. അവിടെ എനർജി ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, കോൺസെൻട്രേഷൻ കുറവാണ്. അതായത് ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ മോളിക്യൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ആവശ്യമാണ്. അപ്പൊ ഇതെന്താണ്, അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലേ, ഗ്രേഡിയന്റിന് എതിരെയാണ് അല്ലെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, എതിരായിട്ടാണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ എനർജി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പൊ 2 തരത്തിലാണ് അബ്സോർപ്ഷൻ നടക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 2 തരത്തിൽ അബ്സോർപ്ഷൻ നടക്കുന്നു. അതായത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും
against the concentration gradient. ഇനി ഇതില് കൊടുത്തിട്ടുണ്ട് വിവിധ തരം ആഗിരണ പ്രക്രിയകൾ അല്ലെങ്കിൽ വിവിധ തരം അബ്സോർപ്ഷൻ അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ പ്രോസസ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 4 എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യുന്നത് 2 രീതിയിലാണ് അബ്സോർബ് ചെയ്യുക. ഒന്ന് അലോങ് ആൻഡ് രണ്ടാമത്തെ അഗെയിൻസ്റ്റ് അല്ലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലാണ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുക. ഏതിലൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഈ മൂന്നെണ്ണം സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിലും ഈ മൂന്നെണ്ണം എന്താണ്? ഇത് മൂന്നെണ്ണം എന്താ സംഭവിക്കുന്നത്? അവിടെ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് അവിടെ മൂവ്മെന്റ് നടക്കുന്നത്. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ആണ്. അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് അവിടെ നടക്കുന്നത്. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അലോങ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. സോ എനർജി ഈസ് റിക്വയർഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എനർജി വേണം. പക്ഷെ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസിൽ മോളിക്യൂളിന്റെ റീജിയൻ ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലായതുകൊണ്ട് തന്നെ അവിടെ എന്തിന്റെ ആവശ്യമില്ല? അവിടെ എനർജിയുടെ ആവശ്യം ഇല്ല. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്, ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് അവിടെ എനർജി ആവശ്യമാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. സിമ്പിൾ ഡിഫ്യൂഷൻ ഒന്നുമില്ല, ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. അത് ഏത് വരെയാണ് മൂവ്മെന്റ് നടക്കുക? തൊട്ടടുത്ത സെല്ല് എന്ന് പറയുന്നത് അതിൽ മോളിക്യൂൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത് ഈക്വൽ ആവുന്നത് വരെ. തൊട്ടടുത്ത സെല്ലിലെയും എന്താണ് അതിലെ ന്യൂട്രിയൻസ് ഈക്വൽ ആവുന്നത് വരെയാണ് അത് മൂവ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഇവിടെ മോളിക്യൂൾ നിറയെ ഉണ്ടായിരുന്നു, ഇവിടെ കുറവായിരുന്നു. അപ്പൊ അത് മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്ത് രണ്ടവിടെയും ഈക്വൽ ആയപ്പോ എന്തായി? അത് നിർത്തി. പിന്നീട് എന്ത് ചെയ്യുന്നില്ല? മൂവ്മെന്റ് നടക്കുന്നില്ല. അപ്പൊ ഈക്വൽ ആവുമ്പോൾ അവിടെ മൂവ്മെന്റ് നിർത്തും. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ അത് അത്ര മനസ്സിലാക്കാനുള്ളൂ. ഇത് വളരെ ചെറിയൊരു സംഭവമാണ്. അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സിമ്പിൾ ഡിഫ്യൂഷൻ പഠിച്ചു നിങ്ങൾ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ ക്യാൻ ടേക്സ് പ്ലേസ് വിത്ത് ആൻഡ് വിത്തൗട്ട് എ സെമി പെർമേബിൾ മെംബ്രെയിൻ. ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മെംബ്രെയിൻ ഇല്ലെങ്കിലും എന്ത് ചെയ്യും? സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സെല്ലിന്റെ കേസിലാകുമ്പോൾ എന്താണ്? സെല്ലിലെ അല്ലെ സെൽ മെംബ്രെയിനിലൂടെ അല്ലെങ്കിൽ അതാണ് അവിടുത്തെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ മെംബ്രെയിനിലൂടെയും എന്ത് നടക്കുന്നുണ്ട്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിൻ ഇല്ലാതെ തന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതിന്റെ 2 എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ചിത്രങ്ങളായി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്ന് ചന്ദനത്തിരി അല്ലെ. നമ്മൾ ഒരു ഭാഗത്ത് ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം മൊത്തം അല്ലെ, ആ റൂം മൊത്തം എന്ത് ചെയ്യും? അതിന്റെ മണം ഇങ്ങനെ പടരുന്നത് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ പടരുന്നത് നമുക്ക് ശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. ഒന്ന് മണത്ത് നോക്കിയാൽ ഫുൾ ആ റൂം മൊത്തം എന്തായിരിക്കും? അതിന്റെ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ്? അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്. അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. അവിടെ എന്താണ്? ഒരു മെംബ്രെയിൻ ഇല്ല. സോ വിത്തൗട്ട് സെമി പെർമേബിൾ മെംബ്രെയിൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ മഷി ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണിത് അല്ലെ. മഷി കുറച്ച് ഒഴിച്ചു നോക്കൂ. കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് അതായത് ഓരോരോ ഭാഗത്ത് പറ്റിപ്പിടിച്ച് മഷി ഇരിക്കുകയല്ല ചെയ്യുന്നത്. അത് ഈവൻലി മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത്
അതിലുള്ള വാട്ടർ മോളിക്യൂളിന്റെ ഇടയിലേക്ക് ഈ മഷിന്റെ മോളിക്യൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈക്വൽ കോൺസെൻട്രേഷനിൽ അത് എല്ലാവിടെയും ഒരേപോലെ യൂണിഫോംലി എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒരേപോലെയാണ് എല്ലാവിടെയും നിൽക്കുന്നത്. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. വിത്ത് ഓർ വിത്തൗട്ട് സെമി പെർമനന്റ് മെംബ്രെയിൻ ഇത് നടക്കും എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് എന്ന് പറയുന്നതിനെല്ലാം എന്താണ്, ഇത് മൂന്നും നടക്കുന്നത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയതുകൊണ്ട് തന്നെ ഈ മൂന്നിനും എന്താവശ്യമില്ല, ഈ മൂന്നിനും എനർജി ആവശ്യമില്ല. അപ്പൊ ഫെസിലിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന എന്തോ ഇവിടെ ഉണ്ട്, സഹായിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ആ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതായത് ചില മോളിക്യൂളുകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത്, ഇപ്പൊ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ പറഞ്ഞപ്പോൾ അതൊരു മെംബ്രെയിൻ ആണ്, മെംബ്രെയിനിലൂടെ അത് കടന്നു പോകുന്നു, അത് ഈക്വൽ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ ഈ മോളിക്യൂളുകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് ചില പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതായത് സെൽ മെംബ്രെയിൻ, നിങ്ങൾ കുറച്ച് വലിയ ക്ലാസ്സുകൾ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും, സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ആ സ്ട്രക്ചർ നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ലിപ്പിഡിന്റെ ഒരു 2 ലെയർ ആയിട്ടാണ് അത് കാണപ്പെടുക. ലിപ്പിഡ് ബൈലെയർ എന്നൊക്കെ പറയും. 2 ലെയർ ആണ്. അതിന്റെ മേലെയായിട്ട് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നതും അതേപോലെ കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്, അതേപോലെയുള്ള വേറെ പ്രോട്ടീൻ മോളിക്യൂൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കാരിയർ പ്രോട്ടീൻ അല്ല, ഇവിടെ സാധാ ഒരു പ്രോട്ടീൻ തന്നെയാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് 2 വേയിലും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, 2 വേയിൽ, അത് വെളിയിൽ നിന്നും ഉള്ളിലേക്ക് മൂവ്മെന്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാരിയർ പ്രോട്ടീൻ വേറെയാണ്. സോ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു സെൽ മെംബ്രെയിന്റെ മേലെ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്, ചില മോളിക്യൂളിന്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, which help in the protein molecules which help in the diffusion of some molecule. ഈ ഒരു പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഹെൽപ്പോട് കൂടി ചില മോളിക്യൂളിന്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അത് പുറത്തു നിന്നും ഒരു ഹയർ കോൺസെൻട്രേഷനുള്ള പുറത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ മോളിക്യൂള് ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, അതുപോലെ ഗാലക്ടോസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കാപ്പിലറികളിലേക്ക്, അതായത് വില്ലസിലെ ബ്ലഡ് കാപ്പിലറികളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ്. അപ്പൊ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, പ്രോട്ടീൻ ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ പ്രോട്ടീൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ simple nutrients like glucose, fructose, galactose and amino acid from higher concentration to lower concentration അല്ലെ, with the help of the protein molecule എന്നുള്ളതാണ് ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പറയാനായിട്ടുള്ളത്. ഇനി ഓസ്മോസിസ് എന്ന് പറയുന്നതിനും എന്താണ്, അവിടെയും എനർജി ആവശ്യമില്ല, അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിന്റെ മാത്രമാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, വാട്ടറിന്റെ മാത്രം അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ മാത്രം അബ്സോർപ്ഷൻ നടക്കുന്നത്, വെള്ളത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അത് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ വെള്ളത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നു ഒരു സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ. അപ്പൊ ഇവിടെ സെമി പെർമേബിൾ മെംബ്രെയിൻ ഓസ്മോസിസിൽ ആവശ്യമാണ്. നമ്മൾ ഡിഫ്യൂഷനിൽ മാത്രമാണ് ഒരു മെംബ്രെയിനിന്റെ ആവശ്യം, അതായത് മെംബ്രെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കും. പക്ഷെ ഓസ്മോസിസിനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനൊക്കെ എന്ത് വേണം, ഒരു മെംബ്രെയിൻ വേണം. സോ ഓസ്മോസിസ് വെള്ളത്തിന്റെ മൂവ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിൽ ആയതുകൊണ്ട് തന്നെ എന്ത് വേണ്ട ആവശ്യമില്ല, എനർജി വേണ്ട ആവശ്യമില്ല അല്ലെ.
ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവിടെ കുറവാണ് അല്ലെ. അവിടെ ഷുഗർ സൊല്യൂഷൻ അല്ലെ, ഷുഗർ മോളിക്യൂൾ ആണ് ഇവിടെ കൂടുതൽ. അപ്പൊ ഷുഗർ മോളിക്യൂൾ കൂടുതലാണ്, വാട്ടർ മോളിക്യൂൾ കുറവാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾ കൂടിയത് ഇവിടെയാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾ കൂടിയ ഭാഗത്തിൽ നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക് മൂവ്മെന്റ് സംഭവിച്ചു. അപ്പൊ ഇവിടെ വാട്ടർ ലെവൽ കൂടി. അതാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും ഒരു പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കാരിയർ പ്രോട്ടീൻ ആണ്. ഓക്കെ, കാരിയർ പ്രോട്ടീൻ. കാരിയർ പ്രോട്ടീൻ ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരിയർ പ്രോട്ടീൻ which helps in the active transport. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? കാരിയർ പ്രോട്ടീൻ ആണ്. അപ്പൊ കാരിയർ പ്രോട്ടീൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കാരിയർ പ്രോട്ടീൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓസ്മോസിസും ഫെസിലിറ്റേറ്റഡും, ഓസ്മോസിസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫ്യൂഷൻ ആണെങ്കിലും സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിലും എല്ലാം എന്താണ്, അതിലൊന്നും എനർജി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ദേ ആർ അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്ന് പറയുന്നത് ഈസ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതിന് എന്ത് ആവശ്യമാണ്? അതിന് ഒരു എനർജി ആവശ്യമാണ്. ഓക്കെ, അപ്പോ ലോവർ കോൺസെൻട്രേഷനും ഹയർ കോൺസെൻട്രേഷനിൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് കാരിയർ പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടി അപ്പോഴും നമ്മൾ കണ്ടത് ചാനൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ചാനൽ പ്രോട്ടീൻസ് ആണ്. അതിന്റെ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ടാണ്. അതായത് ചാനൽ പ്രോട്ടീൻ എന്നാണ് ഇതിന് പറയാ. അല്ല, ഒരു ചാനൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചാനൽ പ്രോട്ടീൻസ് ആണ്. ഇതെന്താണ്? സെൽ മെംബ്രെയിനിൽ തന്നെ രണ്ട് പ്രോട്ടീൻസ് കാണാം. ഒന്ന് ചാനൽ പ്രോട്ടീനും പിന്നെ ഒന്ന് ഇത് കാരിയർ പ്രോട്ടീൻ ആണ്. അപ്പൊ കാരിയർ പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടി ATP ഉപയോഗിച്ചുകൊണ്ട് ലോവർ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിനെ മൂവ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇപ്പോ ഗ്ലൂക്കോസിന്റെയോ അല്ലെങ്കിൽ ഉപ്പിന്റെയോ എല്ലാം കോൺസെൻട്രേഷൻ കുറയുകയാണ് എന്ന് വെച്ചാൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ഈ വില്ലസിലേക്ക് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സെല്ലിന്, അതായത് കുറച്ച് മാത്രമാണ് ഇൻറ്റസ്റ്റൈനിൽ ഉള്ളതെങ്കിൽ അതുപോലും വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലും വേസ്റ്റ് ആക്കാതെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ബോഡി, ആ സിസ്റ്റം എന്താണ്, സജ്ജമാണെന്നുള്ളതാണ് അല്ലെ. ഇത് ആക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ്, സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയും ആഗിരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ മുൻപ് കണ്ട പ്രോസസ്സാണ്. എന്താ? സിമ്പിൾ ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടാണ് അടുത്തൊരു സ്ലൈഡിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ. സാമ്യം അതേപോലെ തന്നെ വ്യത്യാസം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റി. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസസും സിമിലാരിറ്റിയും? അതില് സിമ്പിൾ ഡിഫ്യൂഷനും അതേപോലെ ഫെസിലിറ്റേറ്റഡും ഓസ്മോസിസും എടുത്ത എന്താണ്, ഗാഢത കൂടിയ ഭാഗത്തിൽ നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് അത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എനർജി എന്തില്ല, ആവശ്യമില്ല അല്ലെ. എനർജി ആവശ്യമില്ല. ഈ മൂന്ന് പ്രോസസ്സിനും എനർജി ആവശ്യമില്ല. വ്യത്യാസം പറഞ്ഞ എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സെമി പെർമേബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? സെമി പെർമേബിൾ മെംബ്രെയിൻ ആവശ്യമാണ്. ഓസ്മോസിസ് എന്തിനു മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? വാട്ടർ മോളിക്യൂളിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എന്താ പറയാ, സെൽ മെംബ്രെയിന്റെ അക്രോസ് ആണ് നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ചാനൽ പ്രോട്ടീൻസ് അല്ലെ, ഒരു പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് അതിന്റെ വ്യത്യാസം. അതേപോലെ സാമ്യം എന്ന് പറയുന്നത് ഏതിന്റെയാണ്? സിമ്പിൾ ഡിഫ്യൂഷന്റെയും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെയും ഓസ്മോസിസിന്റെയും സാമ്യവും അല്ലെങ്കിൽ അതേപോലെ വ്യത്യാസവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ പറ്റി പറയുന്നില്ല. ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യാസവും അതേപോലെ തന്നെ സാമ്യവുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മുടെ ഭക്ഷണം എവിടെ എത്തി? ലാർജ് ഇൻഡസ്റ്റൈനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഭക്ഷണം ലാർജ് ഇൻഡസ്റ്റൈനിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ആഗിരണവും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ള ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ് വരുന്നത്. അബ്സോർപ്ഷൻ, ന്യൂട്രിയൻസ് ഒക്കെ മാക്സിമം അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ളത് ഡൈജസ്റ്റീവ് വേസ്റ്റ് വരുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. എന്നിരുന്നാൽ കൂടി, അതായത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ 90% വെള്ളവും അതേപോലെ സോൾട്ടും എല്ലാം അബ്സോർബ് ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടി കുറച്ച് ഒരു പോർഷൻ, ചെറിയൊരു ഭാഗം സോൾട്ട് ആണെങ്കിലും ചെറിയൊരു ഭാഗം വാട്ടർ ആണെങ്കിലും ഇനിയും അബ്സോർബ് ചെയ്യപ്പെടാനുണ്ട്. അതിന്റെ ബാക്കിയുള്ള അബ്സോർപ്ഷൻ കൂടി നടത്തുന്നത് എവിടെയാണ്? ലാർജ് ഇൻഡസ്റ്റൈനിലാണ് അതിന്റെ ബാക്കി അബ്സോർപ്ഷനും കൂടി നടത്തുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ലാർജ് ഇൻഡസ്റ്റൈനിന്റെ ഒരു ഫംഗ്ഷൻ ആയി പറയുന്നത്. ബാക്കി വരുന്ന അബ്സോർബ് ചെയ്യാൻ ബാക്കിയുള്ള വാട്ടർ ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും ഇതെല്ലാം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. അല്ലെ? ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് ലാസ്റ്റ് വരുന്ന ഡൈജസ്റ്റീവ് വേസ്റ്റിൽ നിന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ സോൾട്ടും അതിലെ വാട്ടറും ചെറിയൊരു അംശമാണെങ്കിൽ കൂടി തിരിച്ച് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് ചില ബാക്ടീരിയകൾ, ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് എന്നൊക്കെ പറയുമല്ലോ. ആ ബാക്ടീരിയകളെല്ലാം ഉള്ളത് എന്താണ്? എവിടെയാണ്? ഈ ഒരു ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. സ്മോൾ ഇൻഡസ്റ്റൈനിലല്ല, ലാർജ് ഇൻഡസ്റ്റൈനിലാണ് ഉണ്ടാവുക. അത് വൈറ്റമിൻ കെ പോലുള്ള വൈറ്റമിൻസിനെ എല്ലാം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ അബ്സോർപ്ഷൻ എല്ലാം കഴിഞ്ഞു കിട്ടുന്ന ഈ ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യുന്നു? അത് മലാശയം എന്ന് പറയുന്ന റെക്റ്റം എന്ന് പറയുന്ന, അല്ലെ, റെക്റ്റം എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്തിൽ അത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് മലദ്വാരത്തിലൂടെ അത് എലിമിനേറ്റ് ചെയ്യുന്നു. ആനസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന എക്സ്ക്രീഷൻ വഴി അത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പലതരം പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പൊ കടന്നുപോയത്, അല്ലെ? വായയിൽ തുടങ്ങിയതാണ്, അല്ലെ? അവിടെ നിന്ന് തുടങ്ങി ഫാരൻസിലെത്തി, ഫാരൻസ് വഴി ഈസോഫാഗസിലേക്ക് വന്നു, ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്ക് വഴി അത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തി, സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻഡസ്റ്റൈനിൽ എത്തി. ഇപ്പോൾ അവിടെ നിന്നും എന്താണ്? റെക്റ്റം വഴി ആനസിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റീവ് വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു. ഇത്രയും വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഇതിന് ചുരുങ്ങിയത് 4-5 മണിക്കൂർ ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭക്ഷണം ഇപ്പൊ നമ്മളൊരു രാവിലെ ഇപ്പൊ ഒരു 10 മണിക്ക് കഴിച്ചതെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ കഴിഞ്ഞത് നമുക്ക് ഭക്ഷണം വീണ്ടും കഴിക്കരുത്. ഒരു 4 മണിക്കൂറോ 3 മണിക്കൂറോ എങ്കിലും, ഒരു മിനിമം 3 മണിക്കൂർ എങ്കിലും എന്ത് വേണം? ഒരു ഇടവേള, അല്ലെ? ഒരു ബ്രേക്ക് വേണം. അതായത് ഭക്ഷണം എന്ത് ചെയ്യരുത്? അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കരുത്. ഒരു കൃത്യമായ ഇടവേള കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡൈജഷൻ നടക്കില്ല, അവിടെ ഇൻഡൈജഷൻ ഉണ്ടാവും, ദഹനക്കേട്, അല്ലെ? അങ്ങനെയുള്ള അസിഡിറ്റി പ്രോബ്ലങ്ങളും കാര്യങ്ങളും എല്ലാം വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോ ഇറ്റ് ഇസ് നെസസറി ടു റെഗുലേറ്റ് ദ ഇൻടേക്ക് ഓഫ് ഫുഡ് അക്കോർഡിംഗ്ലി, അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഇടവേളകൾ കൊടുത്ത് ഭക്ഷണം കൃത്യമായ ഇടവേളകൾക്കനുസരിച്ച് ക്രമീകരിക്കുക. അതിനുശേഷം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് 4-5 മണിക്കൂറാണ് ഒരു ദഹനം നടക്കാനായിട്ട് ആവശ്യമായ മണിക്കൂർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? ഒരു ബ്രേക്ക് കൊടുക്കുക ഭക്ഷണത്തിന്. ഒരു ഭക്ഷണം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോന് ശേഷം മാത്രമാണ് അടുത്ത ഭക്ഷണം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ആദ്യം ഈ ക്ലാസ്സിൽ തുടങ്ങുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദിത്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഡൗട്ടാണ്, നമ്മൾ ഭക്ഷണം അതായത് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അത് അവർ ഫോട്ടോസിന്തസിസിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. പക്ഷെ നമ്മൾ ഭക്ഷണം പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നു,
പ്ലാന്റ്സ് തരുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിനൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഡൈജഷൻ നമ്മുടെ ശരീരത്തില് അല്ലെ എന്താണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെല്ലാം സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള വസ്തുക്കളാണ് എത്തുന്നത്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആണ് എത്തുന്നത്. അതിനെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡൈജഷന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് സിംപ്ലസ്റ്റ് ഫോമിലാണ് അല്ലെ. നമ്മൾ കണ്ടു സ്റ്റാർച്ച് ഒക്കെ ഗ്ലൂക്കോസ് ആയി മാറുകയാണ് ചെയ്തത്. അപ്പൊ അത് ഓൾറെഡി പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് സിംപ്ലസ്റ്റ് ഫോമിലാണ്. അത് ഡൈജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അല്ലെ. അതുകൊണ്ട് എന്താണ് പ്ലാന്റ്സിന് ഒരു പ്രത്യേകിച്ച് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ആവശ്യമില്ല. പക്ഷെ ആ ദഹന വ്യവസ്ഥ എന്താണ് നമ്മൾ മനുഷ്യരിൽ അത്യാവശ്യമാണ്. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഭാഗം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ 5th 6th നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ഈ റഫേജ് എന്ന് പറയുന്ന ഡയറ്ററി ഫൈബേഴ്സ് അല്ലെ. അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറെ അധികം കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. നാരുകൾ അടങ്ങിയ ഭക്ഷണം വളരെ നല്ലതാണെന്നൊക്കെ. നട്ട്സിലൊക്കെ ആൽമണ്ട്സില് ചീര എന്നൊക്കെ പറയുന്ന, അതുപോലെ മത്തൻ, ഇതിലൊക്കെ ഉണ്ട്. ഇതിലെല്ലാം എന്തുണ്ട് ഈ ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ എന്താ പറയാ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഈ വാഴന്റെ അല്ലെ, അതിലൊക്കെ എന്താണ് ഹൈ ഫൈബർ ആണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് മലമെല്ലാം വളരെ എളുപ്പത്തിൽ പോവാനായിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പിന്നെ പറയുന്നത് എന്താണ്, ജങ്ക് ഫുഡ് കഴിച്ചാൽ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും അല്ലെ, പൊണ്ണത്തടിയും ഹൈപ്പർ ടെൻഷനും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് കോമൺ ആയി അറിയുന്ന കാര്യമാണ്, അത് വലുതായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ കുറെ അധികം ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഓരോരോ ഫുഡൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒരുപാട് കളറുകളൊക്കെ ചേർത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം കളറുകളാണെന്ന് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രില്യന്റ് ബ്ലൂ, ഇൻഡിഗോ കാർമൽ, സിട്രസ് റെഡ്, എരിത്രോസിൻ, അല്ലൂറ റെഡ്, സൺസെറ്റ് യെല്ലോ, ടാർട്രസിൻ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാന്നേ ഉള്ളൂ. അതായത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ചാപ്റ്ററിൽ ഇത് എടുത്തൊന്നും പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. സിട്രസ് റെഡ്, അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെ. അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഫുഡിൽ ചേർക്കാൻ പറ്റാത്ത അത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കളർ ആണ്. നമുക്ക് നാച്ചുറൽ ഫുഡ് കളർ ഒരുപാട് അവൈലബിൾ ആണ് അല്ലെ. നമ്മൾക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾ പൊടിയോ അങ്ങനെയൊക്കെ ചേർക്കാൻ സാധിക്കും. അതേപോലെ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അല്ലെ, അത് ഭയങ്കര റെഡ് കളർ, നല്ലൊരു കളറൊക്കെ ആയിട്ടാണ് വരിക. പക്ഷെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ചേർക്കുമ്പോൾ അതെന്താണ്, അത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു. ഒരുപാട് വയറിളക്കം പോലെ, ഛർദി, ക്യാൻസർ എന്നൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാക്കാൻ, ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനെല്ലാം കാരണമാകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് ആണ്. അപ്പൊ ബ്രില്യൻ ബ്ലൂവും സിട്രസ് റെഡും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുമെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്താണ്, അത് വളരെയധികം ദോഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഫുഡ് കളറുള്ള ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ചു കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ദഹനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെ, വായിൽ നമ്മൾ തുടങ്ങിയ യാത്ര, ഭക്ഷണത്തിന്റെ യാത്ര അവസാനിച്ചത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും റെക്ടം വഴി ആനസിലൂടെ അത് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പുറത്തേക്ക് പോയത്. അവിടെ നിന്നും അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡൈജഷനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിലെ എൻസൈമുകളെ പറ്റി പറഞ്ഞു, എല്ലാ ന്യൂട്രിയൻസിനെ പറ്റിയും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.